എനിക്ക് അല്ലേലും രോഹിത്തിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം. എന്നെ എവിടെ അങ്ങ് മോശക്കാരിയാക്കുക. ആയിക്കോ, അങ്ങനെ തന്നെ ആവട്ടെ. എനിക്ക് ഒരു പരാതിയില്ല. നന്നാവുന്നവരൊക്കെ അങ്ങ് നന്നാവട്ടെ. നമ്മളിങ്ങനെ മോശപ്പെട്ടവളെന്നുള്ള പട്ടും പേര് ജീവിച്ചോളാം. ഞാൻ അവരെ വിളിക്കാം. അതെ, ഇങ്ങോട്ട് കയറി വരാം. ചെല്ലേ, ചെന്ന് പറയാനുള്ള പറഞ്ഞിട്ട് വേഗം വാ. വരുന്നുണ്ട്. ആഹാരം കഴിച്ചിട്ടാണോ വന്നത്? ഞങ്ങൾ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വേണ്ടി വന്നതല്ല. സൽക്കാരം സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. ചോദിക്കേണ്ടത് ഞങ്ങളുടെ മര്യാദ. ആ മര്യാദ ഞാൻ അല്പം മുമ്പ് കണ്ടു. നീ എന്ത് കണ്ടെന്നാ ഈ പറയുന്നേ? എന്റെ ഈ വലത് കൈ എനിക്കൊന്ന് മുകളിലേക്ക് ഉയർത്താൻ കൂടി പറ്റുന്നില്ല. ഒന്ന് നിവർന്ന് നിൽക്കാൻ കൂടി പറ്റുന്നില്ല. എന്തെങ്കിലും കഴിക്കണ്ടേ? എനിക്ക് ജീവൻ നിലനിർത്തണ്ടേ? എനിക്ക് സുഖമില്ലാതായപ്പോ ഒരു കൈ സഹായത്തിന് ശിവൻ നിന്നെ വിളിച്ചതല്ലേ? വന്ന് നിക്കണ്ട, ഒന്ന് വന്ന് കണ്ട് കുഞ്ഞേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കായിരുന്നല്ലോ. ചെയ്തില്ലല്ലോ. എന്നിട്ടിപ്പോ സദാചാര പോലീസ് ചമഞ്ഞ് വന്നിരിക്കുന്നു. എനിക്ക് മനസ്സില്ല നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ ജീവിക്കാൻ. ഞാൻ ഇനി എന്റെ ഇഷ്ടം പോലെ ജീവിക്കും. കേട്ടല്ലോ പറഞ്ഞത്. ഇനിയെങ്കിലും മനസ്സിൽ നന്മയുടെ വിഗ്രഹം പോലെ കൊണ്ടു നടക്കുന്ന ആ രൂപം ഉണ്ടല്ലോ, അതങ്ങെടുത്ത് കളഞ്ഞേക്ക്. ഞാൻ പറഞ്ഞത് നിന്നോടാ. ഒരൊറ്റ സംഭവം കൊണ്ട് നിന്റെ കുഞ്ഞേച്ചിയെ നീ അങ്ങ് അളന്നു കളഞ്ഞില്ലേ? അങ്ങ് ഇല്ലാതാക്കിയില്ലേ? ലോകത്താരും ചെയ്യാത്ത പ്രവൃത്തി പോലെ പ്രതിക്കൂട്ടിൽ നിർത്തിയില്ലേ? എടി, ഞാൻ ഇപ്പോഴും എന്തെങ്കിലും കഴിച്ചോന്ന് നീ ചോദിച്ചോ? ചോദിച്ചില്ലല്ലോ. അതെ, ഇനി നീ കൂടുതൽ വർത്താനൊന്നും പറയാൻ നിൽക്കണ്ട. നീ ഇവിടെ നിന്ന് പൊലമ്പുന്നത് കേട്ടത് കൊണ്ടാ ഞാൻ ഇത്രയും പറഞ്ഞത്. അതെ, എന്നാ ഞാൻ വന്ന കാര്യം പറയാം. ഹണിമൂൺ ആഘോഷത്തിനിടയിൽ നമുക്കൊരു മൂത്ത ചേച്ചി ഉണ്ടെന്നും ആ ചേച്ചിയെയും കുഞ്ഞിനെയും കാണാനില്ലെന്നും മറന്നുപോയേക്കരുത്. അവരെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാ. അന്ന് കളക്ടറുടെ അനാസ്ഥ കൊണ്ട് തന്നെയാ കുഞ്ഞ് നഷ്ടമായതും. അതെ, ഇത്രയും ദിവസമായല്ലോ. ഒരു ജില്ലയുടെ തലപ്പത്തിരുന്ന് ഭരിക്കുന്ന ആളല്ലേ. എന്തുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല? നടക്കാഞ്ഞിട്ടൊന്നും അല്ലല്ലോ, നടത്തിയെടുക്കാൻ ശ്രമിക്കാഞ്ഞിട്ടല്ലേ? അതെങ്ങനാ? അതിനൊന്നും അല്ലല്ലോ ഇവിടെ നേരം. അല്ലെങ്കിലും ഞാൻ പറയുന്നതാ കുറ്റം. ഞാനൊന്നും മിണ്ടുന്നില്ല. കണ്ണും പൂട്ടി അങ്ങ് ഇരുന്ന് തരാം. അല്ലാതെ വേറെ മാർഗമൊന്നുമില്ലല്ലോ.